മരുന്നായ റെഡിംസിവർ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ബഹ്റിനിൽ നിന്നാണ് മരുന്ന് എത്തിച്ചത്. എല്ലാ ജില്ലകളിലും നിപ്പ മരുന്നുകൾ സംഭരിക്കാനാണ് തീരുമാനം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. സനിസ, ഈ നിപ്പ കേസ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ ഉയർന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ഈ പ്രതിരോധ മരുന്നിൻ്റെ ക്ഷാമം, പ്രതിരോധ മരുന്ന് എത്താതിരുന്നത്. പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ പലയിടത്തും അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ബഹ്റിനിൽ നിന്നും ആ മരുന്ന് എത്തിച്ച് രോഗിക്ക് മരുന്ന് കൊടുത്തത്. അപ്പം അതിന് പിന്നാലെ അടുത്ത നീക്കം, അല്ലെ, മുൻകൂട്ടി തന്നെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് സർക്കാർ മരുന്നുകളൊക്കെ എത്തിക്കുന്നു, എല്ലായിടത്തും സംഭരിക്കാൻ നീക്കം നടത്തുന്നു. അപ്പോൾ വിവരങ്ങൾ എങ്ങനെയാണ്? നിപ വ്യാപനം തടയാൻ റെംഡെസിവിർ എന്ന മരുന്ന് അത്യാവശ്യമാണ്. കാരണം 2023 വലിയ തരത്തിലുള്ള ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ മരണനിരക്ക് 33% കുറയ്ക്കാൻ കഴിഞ്ഞത് റെംഡെസിവിർ എന്ന മരുന്നിന്റെ ഉപയോഗം കൊണ്ടാണ്. കോവിഡ് കാലത്താണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത്. ഒരു ആന്റി വൈറൽ മരുന്നാണ്. ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതോടുകൂടി തന്നെ മരണനിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിയുമെന്ന കണ്ടുപിടുത്തമാണ് ആ സമയത്തെ ആരോഗ്യ വകുപ്പ് നടത്തിയത്. അതിനുശേഷം ഇത് നിപ അടക്കമുള്ള രോഗങ്ങളുടെ ചികിത്സാ പ്രോട്ടോകോളിൽ ചേർക്കുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചതിന് ശേഷം റെംഡെസിവിർ മരുന്ന് എത്തിക്കാൻ കഴിയാത്തത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ആദ്യം ചെന്നൈയിൽ നിന്നും പിന്നീട് ഡൽഹിയിൽ നിന്നും ഒക്കെ മരുന്ന് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ബഹ്റിനിൽ നിന്നാണ് അവസാനമായി മരുന്ന് എത്തിച്ചത്. അപ്പോൾ ഈ ഒരു നിപ കൂടുതൽ പേർ സമ്പർക്ക പട്ടികയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ റെംഡെസിവിറിന്റെ കൂടുതൽ സ്റ്റോക്കുകളുടെ ആവശ്യമുണ്ട്. അതും ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രികളിലും മരുന്ന് കരുതണമെന്നാണ് പ്രോട്ടോകോൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ രോഗിക്ക്, നിപ ബാധിച്ച രോഗിക്കും രോഗിയുമായി സമ്പർക്കത്തിലുള്ളവർക്കും നൽകാൻ കഴിയുന്ന ഒരു ആന്റി വൈറൽ മരുന്നാണിത്. അതും മരണനിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കുന്ന, വലിയ രീതിയിൽ നിപ ഈ വൈറസുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന, അതിന്റെ വ്യാപനം തടയാൻ കഴിയുന്ന മരുന്നാണിത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ സ്റ്റോക്കുകൾ ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അത്തരത്തിലാണ് ബഹ്റിനിൽ നിന്ന് വീണ്ടും സ്റ്റോക്കുകൾ എത്തിച്ച് മരുന്ന് ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മരുന്ന് കോഴിക്കോടേക്ക് കൊണ്ടുപോകും. ചെയ്തു.